ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ്, പിന്നെ കുറേ അതിഥികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ലോഗാണ്. അപ്പോൾ ഇതാ നമ്മളെ ഇസുക്കുട്ടനെ സുനിക്കുന്ന രാവിലെ തന്നെ ജിമ്മിന് പോണതിന് മുന്നേ ഇവിടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവന് 2-3 ദിവസമായി അങ്ങോട്ട് പോയിട്ട് ഒരു വിവരമില്ലാഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, എന്തായാലും ഇന്ന് അവനെ കൊണ്ടുവന്നാക്കണമെന്ന്. സംഭവം മൂപ്പര് AC വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ പോകണം. അവിടെ കളിക്കാനും ഫാത്തിമയും പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ കൂടെ കളിക്കാനും പിന്നെ പ്രത്യേകിച്ച് നമ്മളെ സുൻകാക്കൻ്റെ കൂടെ ഊര് ചുറ്റാനുമാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണോ പോണത് അപ്പോൾ അവനും അങ്ങോട്ട് പോകണം. അങ്ങനെ അവനെയും കൊണ്ട് കുറേയൊക്കെ സ്ഥലത്തൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂപ്പര് പോകുന്നത് കേട്ടോ. ഏതായാലും അവിടെ വെച്ച് പോയത് തീരെ ഇഷ്ടമായിട്ടില്ല. ജിമ്മിന് പോകുന്ന വഴിയാണല്ലോ, അപ്പോൾ എന്തായാലും ജിമ്മിന് ഒരു വട്ടം എന്നെ കൊണ്ടുപോയിട്ടുള്ളൂ, 2ാമത്തെ വട്ടം കൂടി കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇന്നിവിടെ ഭയങ്കര അടിയാണ്. എനിക്കിപ്പോൾ കുറേ അടി കിട്ടിട്ടോ. ഞാൻ പിന്നെ ക്ഷമിച്ചിങ്ങനെ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ തീരുമല്ലോ എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നിന്ന് ഇവിടെ കൊണ്ടുവന്നാക്കിയനാണ് ഈ പരാക്രമം. അപ്പൊ ഇഞ്ഞും പോകും ജിമ്മിന്. അപ്പൊ കൊണ്ടുപോയാ പോരെ? ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഇവിടെ നിന്നൂടെ? അതെന്തുകൊണ്ട്? അങ്ങനെ കുറച്ച് നേരം നീണ്ടു നിന്ന ഫൈറ്റിനൊടുവിൽ അവൻ എന്നെ അടിയറവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവനോട് ഇങ്ങനെ സോപ്പിട്ട് ഞാൻ കുറേ കരയുന്ന പോലെയൊക്കെ ഇതാക്കി. പിന്നെ ഞാൻ കുറേ അള്ള കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞതിൽ അവസാനം പിന്നെ ഏതായാലും എനിക്ക് ഒതുങ്ങി തന്നു. പിന്നെ കുറച്ച് നേരം കൊണ്ടുപോയി ഉറക്കിയതിന് ശേഷം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട്. പോയി നോക്കിയപ്പോൾ ഉമ്മതാ നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട്. അത് മുറിച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ചായയൊക്കെ കുടിച്ചു. ഞാൻ ചായ കുടിച്ച ഉടനെ തന്നെ പിന്നെ ഇസുക്കുട്ടന് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഉമ്മയും കൊടുക്കാറുണ്ട്. അപ്പം ഏതായാലും പണിയില്ലല്ലേ. പിന്നെ ഇന്നത്തെ ഉമ്മൻ്റെ ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ നമുക്ക് തീരെ ഓർമ്മയില്ലേനു. ചെറിയ അനിയത്തി ഉമ്മാനെ ഓർമ്മപ്പെടുത്തി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഉമ്മാൻ്റെ ബർത്ത്ഡേക്കും മാഷാല്ലാ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കലൊന്നുമില്ല, ജസ്റ്റ് ഉണ്ടാവുമ്പോൾ. പിന്നെ ഇതിന് മുന്നത്തിന് താത്തി വരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി ചെറിയ രീതിയിലൊക്കെ അങ്ങനെ സന്തോഷിച്ച് വന്നും ചെറിയൊരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നും അൽഹംദുലില്ലാ ഏതായാലും കൂടെ ഉണ്ടാകാൻ പറ്റി. ഉമ്മാക്ക് ദീർഘായുസ്സും ആഫിയത്തും ആയുരാരോഗ്യമൊക്കെ കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാവർക്കും അല്ലേ. പിന്നെ ഏതായാലും എന്താ നമ്മളൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഇസുക്കുട്ടനും ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അവന് ഭയങ്കര അരിശത്തിലാണ്. ഫോണ് കണ്ടിട്ട് കഴിക്കാത്തതിൻ്റെ ആ ഒരു ദേഷ്യമുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അവന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ ഇഷ ബേബി ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും ഒന്നും കൂടി ഒന്ന് ആക്കി ഒന്ന് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്നലെ ഒരു ബ്രൗണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ സാധനം ദിയമോൾ തിന്നിട്ടോ. അപ്പോൾ നമ്മള് നല്ല അടിപൊളി ബ്രൗണിയൊക്കെ ഉണ്ടാക്കി വെച്ച്. ബ്രൗണി പറഞ്ഞാൽ പൊടിച്ച് ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ. നമ്മളെ സാധാ കൊക്ക പൗഡർ കൊണ്ട് ഉണ്ടാക്കിയ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇവിടെ എത്തുന്നില്ല. പിന്നെ അത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ്. മറ്റേ 49 തീയതി. യെസ്, 49 മെയ് 5 49ാമത്തെ വയസ്സ്. അപ്പോൾ ബ്രൗണി കഴിക്കുകയാണ് നമ്മളല്ല അമ്മ കൊടുക്കല്. ഇതാ ബ്രൗണി. ഇതിന്റെ കളർ ഇങ്ങനെയാണ്, ചോക്ലേറ്റ് കളറ്. എനിക്ക് തിരിയില്ല. ഓന് ബ്രൗണി തരുന്നില്ല, ആരോടും പറയണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉമ്മാക്ക് ഇത് കൊടുക്കാൻ പോകും. ഉമ്മത് ഉണ്ടാക്കിയൊക്കെ കണ്ടിട്ട് കേട്ടോ. പക്ഷെ ഏതിനാന്നൊന്നും അറിയില്ല. വെറുതെ രസം അല്ലേ. അമ്മമ്മ കണ്ടിട്ട് മാസിമേനുള്ളത്. പിന്നെ ഉമ്മ കണ്ടിനടാ ഭയങ്കര ഉള്ളിത്തൊലിയിലാണ്. എന്താ ചെയ്യേണ്ട മന 49ാമത്തെ പേരകുട്ടികളൊക്കെയാണ് പിന്നെ ബർത്ത്ഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേക്കാണ് നമ്മള് വെറൈറ്റി ആക്കി. ഇതിന്റെ പ്രാവശ്യം പറഞ്ഞാല് വേറെ കേക്ക് വെറുതെ കഴിച്ചോളി. നിങ്ങൾ വെറുതെ ഉണ്ടാക്കിയാണ്. നമ്മളെ ബ്രൗണി കേക്ക് എന്നാ ബ്രൗണി മോനെ. അപ്പം ഉമ്മക്ക് എന്തെങ്കിലും പറയാണ്ട് ഈ അവസരത്തില്? ഒന്നും പറയാനില്ല, വയസ്സാവുകയാണെന്നുള്ളത് മാത്രം പറയാനുള്ളൂ. വയസ്സാവുകയാണോ? മരണത്തോട് അടുക്കുകയാണെന്ന്.
ആ ഏതായാലും പഠിച്ചോനെ എത്തിക്കട്ടെ, ദീർഘായുസ്സും ആഫിയത്തും ആയിരൊക്കെ എത്തിക്കട്ടെ. ആമീൻ. അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് 49 വയസ്സ് തികഞ്ഞിട്ടോ. ഉമ്മ അറിഞ്ഞിട്ട് പോലില്ല, നമ്മളെ ചെറിയ ദിയമോളാണ് ഇത് അറിഞ്ഞത്. എന്നിട്ട് നമ്മളോടൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഉമ്മക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ടാന്ന് നമ്മ പറഞ്ഞല്ലേ? ഞാൻ ഉമ്മനോട് ചോദിച്ചു, അപ്പൊ ഉമ്മക്ക് ഒന്നും വേണ്ടല്ലോ. അതെ, പക്ഷെ എന്നാലും നിങ്ങൾ ഇത്രയും ജീവിച്ചതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് പറയും. എത്ര കാലം ജീവിച്ചത്? അൽഹംദുലില്ലാ, സർവസ്തുതി. അപ്പം നമുക്ക് ഇന്ന് ഉമ്മ ഞങ്ങളെ റിക്വസ്റ്റ് പ്രകാരം നല്ല നെയ്ച്ചോറും പിന്നെ ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല ഇത് ഉണ്ടാക്കാം. ചെലവില്ലല്ലോ. അതെ അതെ, എന്താ ഇങ്ങനൊക്കെ ആവുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ അല്ലേ ഇതേപോലെ? അതെ. അപ്പൊ നല്ല നെയ്ച്ചോറും അടിപൊളി കോഴിക്കറിയൊക്കെ ഉണ്ട് അല്ലേ ഇസുട്ടാ? ശല്യം ചെയ്യാം. ഞാൻ സാധാ ചോറൊക്കെ വെച്ചു. ഞാൻ രാവിലെ ഉമ്മനോട് ചോദിച്ചേ, ചോറൊക്കെ എടുത്ത് തൂക്കി എറിഞ്ഞ്. ഞാൻ രാവിലെ ഉമ്മനോട് ചോദിച്ചേ, നാളത്തേക്ക് എടുക്കാം. ഉമ്മനോട് ചോദിച്ചേ ഉമ്മക്ക് എന്തെങ്കിലും വേണോ ചോദിച്ചേ. അപ്പൊ ഈ ഒന്നും വേണ്ട, എന്നോട് ചൂടാവും ഉമ്മ. എന്താ ഞങ്ങള് നമുക്ക് എന്തെങ്കിലും തരാനൊക്കെ ഇഷ്ടമുണ്ട്, പക്ഷെ ഉറപ്പൊന്നും പോരാത്തായിരുമ്മ. ഒന്നും വേണ്ട. ഇഷ്ടം പോലെ മാഷാ അല്ലാ. പിന്നെ സ്പോൺസേർഡ് ബൈ ജിനു ഷാക്കിർ. അതെ, എന്നാ പിന്നെ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞെടുത്ത് പിന്നെ പോയി നമ്മൾ വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്നാ പിന്നെ അവിടെ കട്ടെ, നമുക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള ടൈമിൽ വാങ്ങിക്കൊടുക്കാം. അതെ, ഇത് തിന്നാണ്ട് എങ്ങനെ ഉണ്ടായിരുന്ന? അടിയത്തെ എടുക്കരുത്, അടിയിൽ ലേശം ഒരു ഇതായിരുന്നു. ഇതെടുത്തു, ഇത് കൈ, ഇതാണ് സൂപ്പർ. അടിയത്തെ എടുക്കല്ല, പൂച്ച കൊടുക്കാനാ. നമ്മളെ പൂച്ച സാറുണ്ട്, ഇപ്പച്ചിന്റെ പൂച്ചാണ്. അതിനങ്ങനെ തുണ്ടിട്ട് കൊടുക്കും. അത് തിന്നൂല പൊട്ട, അത് ഇങ്ങനത്തെ ഒന്നും തിന്നൂല. അങ്ങോട്ട് തിന്നുവോ? തിന്നും. അത് തിന്നോ? തിന്നോടി. അത് ഞാൻ എന്നാല് എനിക്കൊരു റെഡ് സാധനം കൊണ്ടുവന്നില്ലേ, പലഹാരം. അത് എടുത്താണ് തിന്നേ. ഇതില്ലേ നമ്മളെ മറ്റേ വെജിറ്റേറിയനാന്ന് തോന്നുന്നുണ്ട്, കേക്കും അങ്ങനത്തെ ഒക്കെ ആണ് തിന്നുന്നത്. പലഹാരം കൊണ്ടെടുത്തപ്പോ അതിന്റെ ഇടയിൽ തിന്നത്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാനാണ്, പിന്നെ എനിക്ക് കിട്ടൂലട്ടോ. ഡയറി മിൽക്ക് ഉണ്ടായപ്പോ തിന്നേക്കാരം. അപ്പം അൽഹംദുലില്ലാ, നമുക്ക് അടുത്ത ഓരോരോ കാര്യം പോടാ. അപ്പോൾ ഉമ്മ നേരത്തെ തന്നെ ഇതാ ഉപ്പേരിക്കുള്ള ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അമരപ്പയറൊക്കെ ഉപ്പേരി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം സാദാ ചോറും ഉപ്പേരിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ കാലത്ത് ഇന്ന് ഫുള്ള് റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷേ ഏതായാലും നമുക്ക് രാത്രി വെക്കുന്നതിന് പകരം രാത്രിക്കൊക്കെ ഈ സാദാ ചോറും പിന്നെ ഉച്ചക്കൊക്കെ നല്ല അടിപൊളി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഓയിലും ഇതൊക്കെ കുറച്ചാണ്ടുള്ളൊരു നല്ലൊരു അടിപൊളി നെയ്ച്ചോറ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഹെൽത്തി അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതാ ഉമ്മ ഉള്ളിലേക്ക് അരിഞ്ഞിട്ട് എൻ്റെ 2 ഫ്രണ്ട്സ് എന്നെ കാണാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ സമൂസ ഓലം അടഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് അതിനുള്ള തീനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പം അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദിയമോളും ഞാനും കൂടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഫുള്ളൊന്ന് റോൾ ചെയ്താണ്ട് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ദിയമോൾക്ക് സംഭവം എന്തെങ്ങനെ മുടയേണ്ടതെന്നൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ ഞാനിങ്ങനെ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അത് ഇങ്ങനെയാണ് മുടയാന്നുള്ളതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവർ 2 പേരും കൂടി ഇവിടെ നമ്മുടെ ഫ്രോക്ക് ബാലൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇസബെല്ല ഫാഷനിൽ തന്നെയുള്ള ടോയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിംഗിളായിട്ടും മൾട്ടിപ്ലെയർ ആയിട്ടൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ടോയാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഈ വെക്കേഷനിലൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ പേരൊക്കെ ഒത്തുകൂടുമ്പം നല്ല സൂപ്പറാക്കിയിട്ട് ആ ഒരു ചുവപ്പ് റെഡ് ഇത് കണ്ടോ, അതിങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ ഒരു കളി. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഫ്രോക്സ് അതിൽ വെച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ ഓരോ ഇതിട്ടിട്ട് ഏതാണോ 1 ആണോ 2 ആണോ 5 ആണോ അങ്ങനെ നമ്പർ കിട്ടുന്നത് ഏതാണോ ആ നമ്പറിനനുസരിച്ചിട്ട് ഫ്രോക്ക് നമ്മൾ അതിൽ നിന്ന് എടുക്കുക. അൺബാലൻസിങ്, അതായത് നമ്മൾ വെച്ച ഫ്രോഗിനെ എടുത്തിട്ട് മാറ്റുക, അങ്ങനെയൊക്കെയാണ് ആ ഒരു കളി വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നമുക്ക് കളിക്കട്ടോ. ഇപ്പോഴും നമ്മളെ ഇസബെല്ല ഫാഷൻസിൽ അത് അവൈലബിൾ ആണ്. വേണ്ടവർ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് ജിനു ഷാക്കിറിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലും ഒക്കെ. അപ്പോൾ അതിൽ വന്നിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്താൽ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് അവരിതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇസുക്കുട്ടൻ ആദ്യം തന്നെ ചെയ്യുക, ഇത് 4 ഭാഗവും നല്ല ബാലൻസ് ചെയ്തുകൊണ്ട് വെക്കും. അപ്പോൾ പിന്നെ കുറേയൊക്കെ റെഡിയായിട്ട് നിൽക്കുമല്ലോ. ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ കൂടുതലായിട്ട് വെക്കുമ്പോഴാണ് പറ്റങ്ങോട്ട് വീണ് പോവുക. അപ്പോൾ അവന് ബുദ്ധിക്ക് കളിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ
അപ്പം നെയ്ച്ചോറിലേക്ക് കറി ഉണ്ടാക്കുന്നത് നല്ല ചിക്കൻ കറി ആയിട്ട് നമ്മൾ മത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നാളത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കറിക്ക് ഇന്ന് പ്രത്യേകത ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഉമ്മ എനിക്ക് ഉണ്ടാക്കി തരാറുള്ള ചീരാക്കോയി ഉണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ചീരാക്കോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഇങ്ങനെ തോന്നാം, നമ്മൾ നെയ്ച്ചോറല്ലേ ഏതായാലും, അപ്പോൾ നല്ല കട്ടിയുള്ള ചീരാക്കോയി ആയാൽ ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതിലേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല ചീരാക്കോയി, അത് പിന്നെ കുറച്ചൊരു കറി രൂപത്തിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും കൂടിയും എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ചെയ്താൽ നല്ല രസം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് തൂമിച്ചൊക്കെ ഒഴിച്ചു. അങ്ങനെ നല്ല അടിപൊളി, സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചീരാക്കോയി. അപ്പോൾ അത് റെഡിയായി. പിന്നെ അതുപോലെ തന്നെ നല്ല നമുക്ക് ഉച്ചക്ക് മാത്രമായിട്ട്, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പം 1/2 കിലോൻ്റെ ചോറ് നമുക്ക് ധാരാളമാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് വലിയ അരിയാണ് കേട്ടോ, നെയ്ച്ചോറ് അരി, ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പ് ഒരു അരിയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം അതും ഉമ്മ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ പപ്പടം പൊരിച്ച് വെച്ചു. അങ്ങനെ ഏകദേശം നമ്മളെ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരോ പണിയിലാണ്. ഉമ്മാക്ക് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി തിരുമ്പലും പിന്നെ അത് കൊണ്ടുപോയി ചിക്കലും ഒക്കെ ആക്കലും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഉച്ചയായതല്ലേ, അപ്പോൾ ഓരോരുത്തർ ഭക്ഷണം കഴിച്ച് പോയി. ഞാൻ ഇസുകുട്ടനെ ആദ്യം വാരി കൊടുക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ. അങ്ങനെ പിടിച്ചിരുത്തിട്ട് വാരി കൊടുക്കുകയാണ്. മൂപ്പര് കഴിക്കാൻ ഭയങ്കര മോശമാണ്. കഴിക്കാൻ എത്ര പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കില്ല. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ ഇപ്പം ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അവന് വാരി കൊടുത്തിട്ട് അതേ പ്ലേറ്റിൽ തന്നെ ഞാനും ഭക്ഷണം കഴിക്കാനുണ്ട്. അതാണ് നമ്മുടെ നെയ്ച്ചോറ്. നല്ല അരിയൊക്കെ വിട്ട് വന്നിട്ട് അധികം നെയ്യും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കറിവേപ്പിലയും പിന്നെ നമ്മുടെ ക്യാരറ്റും ഒക്കെ ഇട്ടാണ്ട് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഉപ്പേരിയുണ്ട്, അതുപോലെ തന്നെ ഈ ചീരാക്കോയിൻ്റെ കറിയുണ്ട്. ചീരാക്കോയി കറി പോലെ വെച്ചത്, അത് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് അപ്പോഴും ഉള്ളത്. അപ്പം അതും എല്ലാം കൂടി പിന്നെ കൂട്ടി കുഴച്ച് കഴിക്കാൻ പപ്പടവും ഉണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി മാങ്ങാച്ചാറും ഉണ്ട് ഉമ്മട്ടെ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റിന് ശേഷം ഇതാ ഏകദേശം ഒരു 3:30 ആയപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരാളാണ് എത്തിയിട്ടുള്ളത്. പിന്നെ അവളുടെ മോൻക്ക് എന്ന് പറഞ്ഞാൽ ബേബിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവന് കയ്യിലൊക്കെ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയ്യിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇനി ഒരാൾ കൂടി വരാനുണ്ട്, ഷെയ്മിയും റഹീബിയാണ് കേട്ടോ. അവൾക്കും ഒരു മോനാണുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒരേ ഗഡുവിലിട്ടാണ് കേട്ടോ ഫസ്റ്റിലെ പ്രസവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ കുറച്ചങ്ങോട്ട് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വ്ളോഗ്സിലൊക്കെ ഇവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ പണ്ട് മുതലേ ഫ്രണ്ട്സാണ്. പിന്നെ ഏകദേശം അവരെത്തി കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഇതാ ഇവിടെ അപ്പോഴേക്കും പൊരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സമൂസ പൊരിക്കലും പിന്നെ ഉമ്മാൻ്റെ നല്ല അടിപൊളി പഴംപൊരി പൊരിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവളെത്തിയ ഉടനെ തന്നെ ഇവർക്ക് എങ്ങോട്ടോ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം, അത് ലേറ്റായി പോയാൽ പിന്നെ ഒന്നിനും കഴിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ താഴത്ത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന വീടുണ്ട്. അപ്പം അവിടേക്ക് പോയിട്ട് ഇതാ അവളുടെ മാമൻ്റെ മോനൊക്കെ ഉണ്ട് കൂടെ. അപ്പോൾ അവനെ കൊണ്ടൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുപ്പിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ കുട്ടിപ്പട്ടാളത്തിന് ഒരുമിച്ച് കിട്ടാനാണ് കേട്ടോ ഭയങ്കര പണി. 3 ഒരേ വേവ് ലെങ്ത്താണ്. അപ്പം അവരങ്ങോട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാനും ആക്കാനൊക്കെ കുറച്ച് നേരം നമ്മൾ ലേറ്റ് ആയിട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ അപ്പോഴേക്കും ഉമ്മാൻ്റെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ അനുവൊക്കെ അപ്പോഴേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ. അവൾ ഇൻറ്റേൺഷിപ്പിന് പോകലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മളെ വീഡിയോസിലൊക്കെ അവളെ കുറവാണ് കാണിക്കാറുള്ളത്. എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായതുകൊണ്ട് എപ്പോഴും വൈകുന്നേരം ടൈമാവും എത്താൻ. അങ്ങനെ അവർ അൽഹംദുലില്ലാ ചായയൊക്കെ കുടിച്ചിട്ട് ബേബീസിന് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവർക്കും ഞാൻ നമ്മുടെ ഹിസ്ബല്ല ഫാഷനിലുള്ള കുട്ടികൾ ഇവനിങ്ങനെ കളിക്കണ കണ്ടപ്പോൾ അവർ നോക്കിയപ്പോൾ ഞാൻ അവർക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടോ. അങ്ങനെ അത് അവർ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിറങ്ങിയതിന് ശേഷം നമ്മളെ ഉമ്മാക്കുള്ള സർപ്രൈസാണ്. ഉമ്മ അറിയാതെ എടുക്കണമല്ലോ. അപ്പം സാധാ വ്ളോഗ് എടുക്കുന്ന ഉമ്മാക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ദിയമോളെ സാധാ വ്ളോഗ് എടുക്കുന്ന രീതിയിൽ ദിയമോളെ ഏൽപ്പിച്ച് പിന്നെ അനുവിനെ ഇൻസ്റ്റയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി. നമ്മൾ സാധാ പോലെ ചായ കുടിക്കാനാണ്, നിങ്ങൾ ചായ ഇങ്ങോട്ട് കൊണ്ടുവരും, നമുക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് കുടിക്കുക എന്നുള്ളതിൽ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ട് നമ്മളെല്ലാവരും സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. ഉമ്മ വന്ന് ചായ പാരുന്ന ടൈമിൽ നമുക്ക് കൊടുക്കുക എന്നുള്ളതിലാണ്.
അപ്പം നമ്മളെ ഷുട്ടാപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുരുത്തക്കേട് കളിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പം അതിൻ്റെ ഇടയിൽ കൊളാക്കൊന്നും അറിയില്ല. ഏകദേശം ഏതായാലും ഞാനിങ്ങനെ നിന്ന് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സംഭവം സമൂസയും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഉള്ളിവടയും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉമ്മ കുറച്ച് നേരത്തിന് ശേഷം ഇതാ ചായയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതാ അവള് ഇതൊക്കെ ഓണാക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വാച്ചൊന്നും അങ്ങനെ കെട്ടായിട്ടില്ല. അപ്പൊ ഇനി മുതൽ വാച്ച് കെട്ടാനാണ്. ഓക്കെ, ചുരിദാറിന്റെ കൂടെ നല്ല രസമുണ്ടാവും ഉമ്മ. ചുരിദാർ മാത്രമായിട്ട് ഇനി എന്താ പറയാ വിലസണ്ട. അതിന്റെ കൂടെ ഇനി കയ്യില് വാച്ചും കൂടി. അത് 50-ാമത്തെ വയസ്സില്. അതിനെന്താ അപ്പൊ എല്ലാം കുഞ്ഞാമക്ക് കൈമ വാച്ചിടല്ലോ, അതേമാതിരി ഇട്ടാ മതി. അത് പറഞ്ഞിട്ടായില്ല. ഇനി ഇടാൻ കേട്ടോ. പാക്കറ്റേക്ക് ഇങ്ങനെ ഇനി അത് ഇതും ഇങ്ങനെ വാങ്ങാൻ നിൽക്കണം. ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഒരു സാധനം വാങ്ങാൻ. എന്നാലും ഒരു ഗിഫ്റ്റ് ആണ്. എനിക്കെന്നെ ഓർമ്മ ചെയ്യുന്നു എന്റെ ബർത്ത്ഡേ. നല്ല നല്ലതാ ഗിഫ്റ്റ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാനെന്താ ഗിഫ്റ്റ് എന്ന സാധനം ഇഷ്ടപ്പെടാതിരിക്കാൻ പാടില്ല. എന്നാ നീ ചാടിച്ചോ. അനിയോ അത് അതിന്റെ ഉള്ളിൽ ഗിഫ്റ്റിന്റെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. ഇതിനൊക്കെ വാങ്ങില്ലേ ബിഹൈൻഡ് ദ സീൻ ഗലിയിലോ. അതെ, അതിനാ സൂനു എന്നെ വിളിച്ചിന്. ഇത്രയും ഉഷാറാണ്. നിങ്ങളൊക്കെ എന്താ കുറവില്ലേ? ആ മോതിരടെ പറയാന്ന് വിചാരിച്ചു. ആരായി ചുരിദാറിന്റെ കൂടെ ഇട്ടിട്ട് കിടന്നാൽ ആരായി? ഉഷാറല്ലേ? ഇടുന്ന ആളെ പൊക്കോളൂ. അന്നെ ഞാനുണ്ടല്ലോ. ഉമ്മാക്ക് ഒരുപാട് ഇഷ്ടമായി വാച്ച്. പിന്നെ അതാ ഞാൻ അവർ കൊണ്ടുവന്ന കുട്ടിക്ക് കൊണ്ടുവന്നിട്ടുള്ള കുറേ ഗിഫ്റ്റ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഡ്രസ്സും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കുള്ള കിളിക്ക എന്ന സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി. എനിക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണമായാലും നമ്മൾ സാധാരണ നേരത്തെ ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഐസക്കുട്ടന് അപ്പോഴേക്കും മോളുടെ ഇതൊക്കെ എടുത്ത് ടോയ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ ഇന്നത്തെ ആ ഒരു ഡേ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരെ ഒരു വിടാം അല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.